ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുതിയ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് UGC നെറ്റിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്പിനെയാണ് നിങ്ങൾക്ക് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കുമ്പോൾ ഒരുപാട് MCQകൾ ആപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കിട്ടും, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം നമ്മൾ പോകേണ്ടത് പ്ലേ സ്റ്റോറിലാണ്. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ നിങ്ങൾ ആപ്പ് സ്റ്റോർ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോർ. ഇവിടെ എടുത്തതിന് ശേഷം UGC മോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. UGC മോക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന ആപ്പ്, അതായത് നെറ്റ് സെറ്റ് JRF മോക്ക് ടെസ്റ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടാവും. ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ലോഗോ ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു ആപ്പാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഞാൻ എൻ്റെ എക്സാമിന് ശേഷം അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇതിലൊരു മെമ്പറായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഇതിലോട്ട് നമുക്ക് പോകാം. ഇതെന്തോ ഒരു പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫോണിൽ. ഓക്കെ സോ ദിസ് ഈസ് അവർ ആപ്ലിക്കേഷൻ. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് MCQകൾ, നമ്മുടെ ആൻസർ, അതുപോലെ തന്നെ മറ്റുള്ള ആൻസർ എന്തുകൊണ്ട് തെറ്റായി എന്നുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ 2 പേപ്പറാണ് ഞാനിവിടെ എടുത്തിരുന്നത്. പേപ്പർ 1ഉം അതുപോലെ തന്നെ എൻ്റെ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷും. അപ്പോൾ ഇതിൻ്റെ ഹോം പേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നെറ്റ് എക്സാമിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. വേറെ എക്സാമിന് വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. ഒരുപാട് മെറ്റീരിയൽസ് ഇതിലുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അനാലിസിസുകൾ, അതിൻ്റെ ആൻസേഴ്സ് ഇതിലുണ്ട്. കൂടാത്തതിന് ഇതിൽ നെറ്റ് മാത്രമല്ല, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സ്റ്റഡി നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരും. അപ്പോൾ ഇതിൽ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടാവും. നെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ വിഷയം നിങ്ങൾ എടുത്താൽ ഇപ്പോൾ യൂണിറ്റ് വൈസ് ആയിട്ട് തന്നെ അതിൻ്റെ നോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള നോട്ടാണ്. നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഷോർട്ട് നോട്ട്സുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രാക്ടീസ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2 എടുക്കാം. പേപ്പർ 1ൽ ഇപ്പോൾ ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ എൻ്റെത് അവസാനിച്ചു, അതുകൊണ്ടാണ് ഇവിടെ ഒരു പേപ്പർ മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നോക്കിയാൽ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എന്ത് സെലക്ട് ചെയ്യുന്ന ഫുള്ള് ശരിയുത്തരാണോ? അപ്പോൾ ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താൽ അതിൻ്റെ വിശദ വിവരങ്ങൾ തന്നെ ഇവിടെ പറയും. എന്തുകൊണ്ട് അത് തെറ്റായി, എന്തുകൊണ്ട് മറ്റേത് ശരിയായി എന്നുള്ളത് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രീവിയസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റുകൾ നമുക്ക് ഒരുപാട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പ്രീവിയസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നടന്ന ബംഗാൾ സെറ്റ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റിനോട് ബയാസ്ഡ് ആയിട്ടുള്ള, ആ സബ്ജക്റ്റിനോട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരുപാട് പേപ്പേഴ്സുകൾ, നെറ്റ് എക്സാം മാത്രമല്ല ഇതിൽ പറയുന്നത്. നോക്കാം, നിങ്ങൾക്ക് ഒരുപാട് സെറ്റ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ ടെറ്റ് എക്സാമിൻ്റെയും എല്ലാവിധ പേപ്പറുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇംഗ്ലീഷ് എടുത്തു. ഇപ്പോൾ ഇംഗ്ലീഷ് എനിക്കിവിടെ ടെസ്റ്റുകൾ ഒരുപാട് സെറ്റുകൾ ഇവിടെ ചെയ്യാനുണ്ട്. ഈ സെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ആ ഒരു ഏരിയ നമ്മൾ ഒരുപാട് സ്ട്രോങ് ആയി വരുന്നതാണ്. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊരു ഇക്കഴിഞ്ഞ 2025 ഡിസംബറിൽ കഴിഞ്ഞ എക്സാമാണ്. അതിനുശേഷം നടന്ന ഇംഗ്ലീഷ് കേന്ദ്രീകരിച്ചിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ MCQ ആയിട്ട് ഇവർ ഇതിലൂടെ പറഞ്ഞിട്ടാണ്. ഞാനതൊരു ആപ്പിൻ്റെ പ്രൊമോഷനായിട്ട് ചെയ്യല്ല കേട്ടോ. ഞാൻ ഇത് ഉപയോഗിച്ച് ഞാനിപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്ത അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 5-6
വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് നോളജുകൾ എനിക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ജൂൺ UGC ഉണ്ട്, കേരള സെറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിൽ ഏത് ഈ ഒരു സബ്ജക്റ്റ് കേന്ദ്രീകരമായിട്ടുള്ള എക്സാമുകൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാവിധ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോക്ക് ടെക്സ്റ്റ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റുകളുടെ മോക്ക് ടെക്സ്റ്റുകൾ ഇവിടെ വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷനിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഗേറ്റ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് എക്സാമുകൾക്കും ഇവർ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിനാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പ്രധാനപ്പെട്ട് പറയുന്നത് നെറ്റ് എക്സാമിനാണ് അതിനാണ് ഒരു കൂടുതലായിട്ട് ഇതിൽ ഉപകാരപ്പെടുക. ഒരുപാട് മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ വേറെ ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞൊരു വിഷയം ഞാൻ എടുത്തു, അതിൽ എൻ്റെ കാറ്റഗറി ഞാൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും നമ്മുടെ പ്രീവിയസ് എക്സാമുകളുടെ കട്ട് ഓഫുകൾ, JRFന്, അസിസ്റ്റൻറ്റ് പ്രൊഫസറിന്, നെറ്റിന്, അതുപോലെ തന്നെ PhDക്ക് ഇതിൻ്റെയൊക്കെ കട്ട് ഓഫുകൾ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ 2025 കട്ട് ഓഫ് നെറ്റിന് പറയുന്നത് 148 അപ്പോൾ ജൂണിൽ അത് 150. അങ്ങനെ ഒരുപാട് കട്ട് ഓഫുകൾ ഇവിടെ കാണാൻ പറ്റും. മറ്റേതൊക്കെ പെർസെൻറ്റൈലാട്ടോ, എന്നാൽ അവർ പെർസെൻറ്റൈൽ വെച്ചിട്ടാണ് കണക്ക് കൂട്ടിയത്. ഇപ്പോഴാണത് മാർക്കിലോട്ട് മാറിയത്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എത്ര പഠിക്കണം, നിങ്ങൾ ഓരോ പേപ്പറുകൾ ചെയ്യുമ്പോൾ 2 പേപ്പർ ഒരുമിച്ച് ചെയ്യുമ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഞാനിതിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നുണ്ടോ, എൻ്റെ പഠന നിലവാരം അത്ര മേഖലയിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വാല്യൂ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നമ്മളിത് നോക്കുന്നതിനുള്ള ഉപകാരം. ഇത് എല്ലാ വർഷത്തിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളാണ്. സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ വളരെ വലിയൊരു തുക 2000 3000 അത്ര ഒന്നും നമ്മളിതിൽ കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇവിടെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ വരുന്നുണ്ട്. അപ്പോൾ 199 നമുക്കൊരു പേപ്പർ വേണമെങ്കിൽ 199 സബ്സ്ക്രൈബ് ചെയ്യാം, 299 അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ എടുത്തിരുന്നത് 399 രൂപയുടെ ഒരു ഓഫർ പാക്കിലാണ് എനിക്ക് 2 പേപ്പറും കിട്ടിയത്. അപ്പോൾ നിങ്ങളിവിടെ പേപ്പർ 1 എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എടുക്കുക. നമുക്ക് ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്യാം. ഒരു മിനിറ്റ്, നമ്മുടെ നെറ്റ് പേപ്പറിൻ്റെ കൂടെ 36 ആണോ? സോറി, ഇംഗ്ലീഷ് കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ് ഇംഗ്ലീഷ് ഇതിലുണ്ടാവും. പക്ഷെ ആവശ്യമുള്ള സമയത്തൊന്നും കാണില്ല. ഇംഗ്ലീഷ് ഫോർ അവൾ എക്സാം അല്ല, ഇംഗ്ലീഷ് നെറ്റിന് മാത്രമായിട്ടൊരു ഇംഗ്ലീഷ് ഇതിൽ കാണും. ഞാൻ എവിടെയാണത് മറന്നു. പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻസ് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ മാതിരിയല്ല, പഴയത് കുറച്ചുകൂടെ 30 ആണ് നമ്മുടെ കോഡ്. അപ്പോൾ ഇത് 1 ഇയറിന് 899 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. 6 മന്തിന് 699 രൂപയും 3 മന്ത്സിന് 399 രൂപയും. അപ്പോൾ 3 മന്ത്സിൻ്റെ പ്ലാനാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് 3 മാസമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 399 എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് 1 മന്ത് ആണെങ്കിൽ 299 എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാനുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഠന നിലവാരം, നിങ്ങൾ എത്ര വർഷമാണ് ഇനി പഠിക്കുന്നത്, അല്ലെങ്കിൽ മാസങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്, അത്ര വെച്ച് എല്ലാ ദിവസവും 1-2 MCQകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു പേപ്പർ മുഴുവനായിട്ട് പഠിക്കണമെന്ന് ഒരിക്കലും നിർബന്ധമല്ല. ഒരു നിശ്ചിത സംഖ്യ, ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസിലെ MCQനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മൊത്തത്തിൽ ഒരു ഇരുപ്പിൽ തന്നെ പഠിക്കാൻ എന്ത് ചെയ്യും, നമുക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 25 ക്വസ്റ്റ്യൻസോ 30 ക്വസ്റ്റ്യൻസോ വെച്ച് പഠിക്കുക. അങ്ങനെ ഓരോ നേരത്തും വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഭാരം നിങ്ങൾ തോന്നിക്കില്ല. അപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ. ഇവിടെ പേയ്മെൻറ്റ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണുന്നു. അപ്പോൾ അവരിലേക്ക് ചാറ്റ് ചെയ്താൽ അവർക്ക് എമൗണ്ട് വിട്ട് കൊടുത്താൽ അവർ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ അൺലോക്ക് ആക്കി തരും. എനിക്ക് അങ്ങനെ ഒരു പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അവരാണെന്ത് എനിക്കത് സോൾവ് ആക്കിയിട്ട് തന്നത്. സാധാരണ പേയ്മെൻറ്റിന് പ്രശ്നം വരാറില്ല. പക്ഷേ എൻ്റെ പേയ്മെൻറ്റ് എന്തോ ഗൂഗിൾ പേയിൽ പെൻഡിങ് ആയപ്പോൾ അവരാണ് എനിക്കെന്ത് അത് സോൾവ് ആക്കിയിട്ട് തന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ആപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വളരെ ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ വളരെ
ഗൗരവത്തോടു കൂടി നിങ്ങളുടെ എക്സാമിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്ര മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി 80 ദിവസങ്ങളുണ്ട് നമ്മുടെ നെറ്റ് എക്സാമിന്. ഇന്ന് ഞാൻ വീഡിയോ ഇടുമ്പോൾ 80 ദിവസങ്ങളാണ്. ഈ 80 ദിവസങ്ങളിൽ ഒരു 3-4 മണിക്കൂർ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ 2 രാത്രി 2 ഇങ്ങനെ പഠിച്ചാൽ മതി. പേപ്പർ 1ന് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരം ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെറ്റ് കിട്ടും, ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഈ ഒരു പ്രാക്ടീസ് സെക്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ പഠിക്കരുത്. ഞാനിതൊരു പ്രൊമോഷൻ ഇപ്പോൾ ഇവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിത് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഡേ നേരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കും ഇങ്ങനെ ഒരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗുഡ് ലക്ക്. താങ്ക് യു.